കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ CPIMന്റെ നേതൃത്വത്തിൽ ഇടുക്കി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉപരോധം ഉദ്ഘാടനം ചെയ്തു. കേരളം മുന്നോട്ട് വെക്കുന്ന ബദലുകളെയും വികസന മുന്നേറ്റത്തെയും തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് CS സുജാത പറഞ്ഞു. കേരളത്തിന് ലഭിക്കേണ്ട അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞുവെക്കുകയും വെട്ടിച്ചുരുക്കുകയുമാണ് മോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര അവഗണന പല ഘട്ടങ്ങളിലും കേരളത്തിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മോദി സർക്കാർ അധികാരത്തിലെത്തിയതോടെ അതിന്റെ ആഴവും പരപ്പും പല മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ ജനക്ഷേമത്തിലും വികസനത്തിലുമൂന്നിയ വികസന നയമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങളെ എതിർക്കുന്നു എന്ന കാരണത്താൽ കേരളത്തിന് അർഹമായവ പോലും നൽകേണ്ടതില്ലെന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. ഒരു ഗവൺമെന്റിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ സാമ്പത്തികമായി അതിനെ തകർക്കണം. അങ്ങനെ സാമ്പത്തികമായി തകർക്കാൻ കേന്ദ്രം തയ്യാറാകുന്നു എന്നതിന്റെ വിഷമമാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന് അർഹതപ്പെട്ടത് അവരെ പൂർണ്ണമായി നിഷേധിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി, ആ നികുതിയുടെ ഒരു അംശത്തിന് അവകാശം നമുക്കുണ്ട്. അതാരുടെയും ഔദാര്യമല്ല, കേരളത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ഉപരോധ സമരത്തിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് അധ്യക്ഷനായിരുന്നു. MM മണി MLA, PS രാജൻ, KS മോഹനൻ, KV ശശി, റോമിയോ സെബാസ്റ്റ്യൻ, R തിലകൻ, VN മോഹനൻ, ശൈലജ സുരേന്ദ്രൻ, VR സജി, മാത്യു ജോർജ് തുടങ്ങി നിരവധി പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.